യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം 4-ാം ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. നല്ല ഇടയനെക്കുറിച്ചാണ് സുവിശേഷം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. യേശുനാഥൻ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായിരിക്കുന്ന നല്ലിടയനാണ് ഞാൻ എന്ന് പറയുകയാണ്. ഇന്ന് ഈ ഒരു ഞായറാഴ്ച നല്ലിടയൻ്റെ ഞായർ എന്ന് കൂടെ അറിയപ്പെടുന്ന ഒരു ഞായറാണ്. ഇന്ന് എല്ലാ ഇടയന്മാരെയും നമ്മൾ ഓർക്കുന്നേരം പ്രത്യേകിച്ച് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, നല്ലിടയന്മാരാകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല ഈ മാസം, ഈ 2 മാസങ്ങളും ദൈവവിളി ക്യാമ്പുകളുടെ മാസങ്ങളാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കാം. ഒത്തിരി അധികം ദൈവവിളി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് നല്ല ഇടയന്മാരെ ജീവിക്കാൻ, ജീവിതം കൊണ്ടും അവരുടെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ടും നല്ല ഇടയന്മാരായി അനേകം ആത്മാക്കളെ യേശുവിന് വേണ്ടി നേടാനുള്ള ബലത്തിനും കൃപയ്ക്കൊക്കെ വേണ്ടി കുഞ്ഞുമക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യേശുനാഥൻ ഈ നല്ല ഇടയനാണ് എന്ന് തന്നെ ജനങ്ങൾക്ക് പരസ്യപ്പെടുത്തുന്ന ആ ഒരു വാചകത്തെയാണ്. നമുക്കിപ്പോൾ തന്നെ നല്ലിടയൻ എന്ന് പറയുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മുഖം യേശുവിൻ്റേതാണ്, അല്ലാതെ മറ്റാരുടെയും മുഖം നമുക്ക് വരാറില്ല. നല്ല ഇടയൻ എന്ന് കേൾക്കുമ്പോഴേ ഈശോ നമ്മുടെ മുഖത്തിൽ, നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയും. അങ്ങനെ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞ ക്രിസ്തുവിൻ്റെ ഒരു മുഖമാണത്. ഈ സാധാരണ ചിലപ്പോഴെങ്കിലും ധ്യാനം ചെയ്യുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ധ്യാനിക്കുന്ന സമയങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം ഓർക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം ക്രിസ്തു കുഞ്ഞാടുമായി നിൽക്കുന്ന നല്ല ഇടയൻ്റെ ചിത്രമാണ്. കാരണം കുഞ്ഞാടിൽ നമ്മളെ തന്നെയാണ് കാണുന്നത്. യേശുനാഥൻ നമ്മളെ വഹിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ല ഇടയൻ എന്ന് യേശുനാഥൻ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. അപ്പോൾ ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നതും നല്ല ഇടയനായ ക്രിസ്തു എന്നെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഞാൻ എങ്ങനെ നല്ല ഇടയനായി മാറണം എന്നതിനെക്കുറിച്ച് കൂടെ ഞാൻ ചിന്തിക്കണം. അപ്പോൾ ഈ നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ നല്ലതല്ലാത്ത ഒരു ഇടയൻ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നല്ല ഇടയൻ വരുന്നത്. അല്ലെങ്കിൽ ഇടയൻ മാത്രം മതിയല്ലോ. ഇടയർക്ക് 2 തരത്തിലുള്ള ആളുകളുണ്ട്, നല്ലതും നല്ലതല്ലാത്ത ഇടയൻ. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 2 തരത്തിലുള്ള ഇടയന്മാരുണ്ട് ഈ ആടുകളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ. അതായത് സ്വന്തം ആടുകളെ മേയിച്ചിരുന്ന ഇടയന്മാരുണ്ട്. ഇനി സ്വന്തമല്ലാത്ത ആടുകളെ, അതായത് യജമാനന്മാരുടെ ആടുകളെ മേയിച്ചിരുന്ന ഇടയന്മാരും ഉണ്ടായിരുന്നു. ഈ സാധാരണ രീതിയിൽ ഇടയന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ശുദ്ധഗതിക്കാരായ നല്ലവരായ ആളുകൾ എന്നൊക്കെയാണ്. എന്നാൽ ഇടയന്മാർക്കിടയിലും ക്രൂരന്മാരുണ്ടായിരുന്നു. സ്വന്തം ആടുകളെ കൊന്ന് തിന്നിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. മാത്രമല്ല ചെന്നായ്ക്കൾ വരുമ്പോൾ അവയെ രക്ഷിക്കാൻ, ആടുകളെ രക്ഷിക്കാനാണ് ഇവർ യജമാനൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ജോലി ചെയ്തിരുന്നത്. ഈ ക്രൂര മൃഗങ്ങളൊക്കെ വരുമ്പോൾ അവർ ആടി ഓടിക്കണം. പക്ഷെ സാധാരണ രീതിയിൽ ചില ക്രൂരന്മാരായ ഇടയന്മാർ ചെന്നായ്ക്കളൊക്കെ വരുമ്പോൾ അവർ ഓടി മറയുകയും ഈ ചെന്നായ്ക്കൾക്ക് തിന്നാനായി സ്വന്തം ആടുകളെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വെച്ചാണ് യേശുനാഥൻ തന്നെ കമ്പയർ ചെയ്യുന്നത്. ഞാൻ നല്ലിടയനാണ്, അവരെ പോലെ അല്ല. അപ്പോൾ എന്താണ് ഈ നല്ലിടയനും ഈ ഇടയനും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ ജ്യേഷ്ഠൻ്റെ മുൻപിൽ ഗോലിയാത്തിനെ വീഴ്ത്താൻ ഞാൻ പോകാം എന്ന് പറയുമ്പോൾ നിനക്കതിനുള്ള പാഠവുമില്ല എന്ന് പറഞ്ഞ് സഹോദരങ്ങൾ അവനെ കളിയാക്കുമ്പോൾ ദാവീദ് പറയുന്നൊരു സംഭവം വളരെ മനോഹരമാണ്. ഞാൻ എൻ്റെ ആടുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്, സിംഹത്തെയൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് ധീരമായ ആ കുഞ്ഞ് പറയുകയാണ്. അന്ന് അവൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ ഒരുപക്ഷെ ദൈവം ഈ ദാവീദിൽ ഒരു രാജാവിനെ കണ്ടത് തന്നെ അവൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ്. സ്വന്തം കുഞ്ഞാടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ പോലും തയ്യാറായ ഇവൻ എൻ്റെ ജനത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കും എന്ന് ദൈവത്തിന് ഉറപ്പ് നൽകണം. അപ്പോൾ ഈ ഇടയച്ചെറുക്കനിൽ ദൈവം രാജാവിനെ കണ്ടത് അവൻ്റെ ഈ സ്വഭാവ ഗുണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് അവൻ ഈ ആടിനെ രക്ഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആട് അവൻ്റെതാണ്, അവൻ്റെ അപ്പൻ്റെ ആടാണ്, സ്വന്തം ആടാണ്. കാരണം അപ്പൻ്റെ ആട് അവനും അതിൽ പങ്കുണ്ടല്ലോ, അവൻ്റേതായി മാറുകയാണ്. അപ്പോൾ സ്വന്തം ആടുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ജീവൻ ബലി കൊടുത്തത്. അപ്പൻ്റെ ആട് അവൻ്റേതാണെന്നുള്ള ബോധ്യം അവന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുനാഥൻ അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ആടുകൾ ഞാൻ അവയ്ക്ക് വേണ്ടി ജീവൻ പോലും ബലി കഴിക്കും. അപ്പോൾ ഈ കൂലിക്ക് പോകുന്ന ആടുകളെ പോലെ, ഇടയന്മാരെ പോലെ അല്ല യേശുനാഥൻ. അവർക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ യേശുനാഥൻ തയ്യാറാകുന്നത് സ്വന്തമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠവും, ഈ ഇടയൻ എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നു എന്നതിനേക്കാൾ ഇടയൻ എന്നെ സ്വന്തമായി കരുതുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഇതിനേക്കാൾ വലിയ ഒരു
പദം അല്ലെങ്കിൽ ഒരു വലിയൊരു സംരക്ഷണം ലഭിക്കേണ്ടതായിട്ടല്ലോ. നമ്മൾ 23-ാമത്തെ സങ്കീർത്തനം അത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് പറയുമ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ദൈവം എൻ്റെ ഇടയനായി മാറുന്നു. അപ്പം ഇടയനായി മാറുക എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സ്വന്തമായി കരുതുന്നതാണ്. ഇതിനേക്കാളും ശക്തമായ ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. ദൈവം എന്നെ സ്വന്തമായി കരുതുന്നു. നല്ലിടയൻ്റെ ഞായർ എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അതാണ്. ദൈവം എന്നെ സ്വന്തമായി കരുതുകയാണ്. എനിക്ക് വേണ്ടി ദൈവം മരിക്കാനും സന്നദ്ധനായി മാറുന്നു എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരുടെയും ഹൃദയങ്ങളെ കീഴടക്കിയ ഒരു സിനിമയാണല്ലോ ഈ ആടുജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. ആടുജീവിതത്തിൽ പ്രധാന കഥാപാത്രം ആടുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു രംഗമുണ്ട്. അവൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ആടുകളെ നോക്കുകയാണ്. അപ്പോൾ നോക്കിയിട്ട് അവന് വളരെ സങ്കടം വരുന്നുണ്ട് ആടുകളെ വിട്ടുപോകാൻ. പക്ഷേ ഇനി ഇവിടെ കിടന്നാൽ അവൻ മരിക്കും. അതുകൊണ്ട് അവൻ പ്രാണനെ പേടിച്ചിട്ട് അവൻ പോവുകയാണ്, ആടുകളെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവിടെയാണ് യേശുവിൻ്റെ മുഖം നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്. ക്രിസ്തു തൻ്റെ ജീവനേക്കാളും മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് അവർക്ക് വേണ്ടി മരിക്കാൻ അവൻ തയ്യാറായത്. അവൻ ഒരിക്കലും ഇവരെ വിട്ട് ഓടിപ്പോയില്ലല്ലോ. കുരിശിൽ നിന്ന് അവസാനം വരെയും താഴേക്കിറങ്ങി നീ നിൻ്റെ സംരക്ഷണം കാണിക്കൂ എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് വലിയൊരു പ്രലോഭനം ഉണ്ടാവുന്നുണ്ട്. അതിന് നേരത്ത് പോലും അവൻ കുരിശിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഈ ലോകത്തെ മനുഷ്യരുടെ രക്ഷയെ കരുതിയാണ്. അവൻ മരണം വരെയും നമ്മെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഒരു മനുഷ്യന് എത്രമാത്രം സ്നേഹത്തിലേക്ക് പോകാം, അവൻ്റെ മരണത്തോളം അടുത്ത് മാത്രമേ പോകാൻ പറ്റൂ എന്ന് ആടുജീവിതം കാണിക്കുന്നുണ്ട്. കാരണം ആടുകൾക്ക് വേണ്ടി മരിക്കാനൊന്നും അവൻ തയ്യാറൊന്നുമില്ല. അവൻ പോവുകയാണ്, അവൻ്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്, ആടുകളുമായുള്ള അവൻ്റെ ജീവിതവും ബന്ധമൊക്കെ. പക്ഷേ ക്രിസ്തു അതിനപ്പുറത്തേക്കും സ്നേഹിക്കാം, മരിച്ചും ജീവിതം ഒരാൾക്ക് ഹോമിച്ചുകൊണ്ട് സ്നേഹം പ്രകടമാക്കാമെന്ന് നമുക്ക് മുമ്പിലേക്ക് തെളിയിക്കുകയാണ്. അപ്പം മനുഷ്യരെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, അതിൻ്റെ കാരണമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് അവൻ്റെ സ്വന്തം ജനമാണ്, എന്നെ അവൻ വളരെ സ്വന്തമായി കരുതിയിരിക്കുന്നു. അപ്പോൾ നമ്മളും നമ്മുടെ മാനുഷികമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ നല്ലിടയനാകുന്നത് എങ്ങനെയാണ്? നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ സ്വന്തമായി കരുതാൻ നമുക്ക് കരുതുന്ന ഏറ്റവും മനോഹരമായൊരു പദമാണ് ഈ എൻ്റേത് എന്ന് പറയുന്ന പദം. അവൻ എൻ്റേതാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുന്നത് നമ്മുടെ കുടുംബജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലും ഒക്കെ നമുക്കുണ്ടാവേണ്ട ഒരു വലിയൊരു ബോധ്യം അതാണ്, എൻ്റേത് എന്നുള്ളൊരു ബോധ്യം. ആ ഒരു ബോധ്യം വരുന്നിടത്താണ് ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് കുറച്ചുകൂടെ സ്നേഹം ഉണ്ടാകുന്നത്. എൻ്റേതാണ്, കാരണം എനിക്ക് എൻ്റേതിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ പലപ്പോഴും. അപ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ ആദ്യ പടി ഞാനത് എൻ്റേതാണെന്ന് കരുതണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ സ്നേഹം അത്രമാത്രം പ്രകടിപ്പിക്കുകയുള്ളൂ. ബോബി അച്ഛൻ്റെ വളരെ മനോഹരമായൊരു സംഭവം അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ അച്ഛൻ ഇങ്ങനെ രാത്രിയിൽ വളരെ താമസിച്ച് ആശ്രമത്തിലേക്ക് വരുമ്പോൾ ആശ്രമം പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആശ്രമം പൂട്ടിക്കിടന്ന് അച്ഛൻ വിളിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. അപ്പോഴാണ് റോന്ത് ചുറ്റിക്കൊണ്ടിരുന്ന പോലീസ് അവിടെ എത്തുന്നത്. അപ്പം അച്ഛനെ കണ്ടിട്ട് അവർക്ക് അച്ഛനാണെന്നൊന്നും തോന്നിയില്ല. വളരെ ദേഷ്യത്തോടെ അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ അന്തേവാസിയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പോലീസ് പറയുകയാണ് ബെല്ലടിച്ച് അവിടുന്ന് ആരെങ്കിലും വിളിച്ച് വന്ന് പറയട്ടെ. അപ്പോൾ പാതിരാത്രിയാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ വളരെ പേടിച്ചേരേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ബെല്ലടിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ മിന്നായം പോലൊരു കാര്യം കത്തുന്നുണ്ട്. കാരണം ഈ ബെല്ലടിച്ച് ഇറങ്ങി വരാൻ പോകുന്നത് ഉറക്കമില്ലാതിരിക്കുന്ന, അത്രയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന ഒരു വൈദികൻ അവിടെ ഉണ്ട്. അദ്ദേഹം രാത്രി കാലങ്ങളിൽ ഉറങ്ങാറില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഓർമ്മ പിശകൊക്കെയുള്ള ഒരു വൈദികനാണ്, വയ്യാത്ത വൈദികനാണ്. അദ്ദേഹം വന്നാൽ തീർച്ചയായും അച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അറിയില്ല എന്നേ പറയൂ. അച്ഛൻ വളരെ പേടിച്ചാണ് ഈ ബെല്ലടിച്ചത്. കാരണം എങ്കിൽ പോലീസ് ഇദ്ദേഹത്തെ രാത്രി മുഴുവനും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കുമല്ലോ. അപ്പം അങ്ങനെ ബെല്ലടിച്ചു. അച്ഛൻ്റെ ഊഹം തെറ്റിയില്ല. അതേ വൈദികൻ തന്നെ ഇറങ്ങി വരികയാണ്, വളരെ പ്രായമായ വൈദികൻ. ഓടി വന്ന പാടെ പോലീസിനോട് നിന്നിരുന്ന അച്ഛനെ ചേർത്ത് പിടിച്ചിട്ട് ഈ വൈദികൻ പറഞ്ഞ കാര്യം ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്നതാണ്. അപ്പോൾ തന്നെ പോലീസൊക്കെ പോയി. അപ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയാം. പാതിരാത്രി വയ്യാത്ത വയോധികനായ ഓർമ്മശക്തി ലെവലേശമില്ലാത്തൊരു വൈദികൻ ചേർത്ത് നിർത്തി പറയുകയാണ് ഞങ്ങളുടെ കുട്ടിയാണെന്ന്. ഇതാണ് ആ പദത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. എൻ്റേതാണ് എന്ന് കരുതുന്നതോടുകൂടെ ഞാൻ സ്നേഹം കൂടുതൽ കൊടുക്കുകയും അനുഭവിക്കാനും ആരംഭിക്കുകയാണ്. ക്രിസ്തു എന്നെ സ്നേഹിച്ചു തുടങ്ങിയതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി അവൻ എന്നെ എൻ്റേതായി കരുതിയെന്നാണ്. തൻ്റേതായി കരുതി അവൻ, ക്രിസ്തുവിൻ്റേതായി ഞാൻ മാറി. പിന്നെ മരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇവിടെയും നല്ലിടയനാവുക എന്നതിൻ്റെ ആദ്യത്തെ പടി സ്വന്തമാണ് എന്ന് കരുതുക എന്നാണ്. കരുതുകയല്ല, സ്വന്തമാക്കി തീർക്കുകയാണ് ചെയ്യേണ്ടത്. ക്രിസ്തു സ്വന്തമായി കരുതി ജീവൻ കൊടുത്ത് സ്വന്തമാക്കി തീർത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നല്ലിടയനാകാൻ, സ്വന്തമായി തീരാൻ, സ്വന്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇപ്പോൾ ഓരോ ഇടയനാകുന്ന മനുഷ്യൻ്റെ, പുരോഹിതരുടെയും സന്യസ്തരുടെയൊക്കെ വിളിയും അതാണ്. ഈ ലോകത്തെ മുഴുവനും സ്വന്തമായി കരുതി അവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കാൻ, ക്രിസ്തുവിനായി അവരത് നേടാൻ നമുക്ക് കഴിയണം. അതാണ് ഓരോ ഇടയൻ്റെയും വിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ദൈവവിളിയിലായിക്കൊള്ളട്ടെ,
എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ സ്വന്തം എന്ന് കരുതി അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ ഞാനും നല്ലിടയനായി മാറുന്നു. അപ്പോൾ ഈ നല്ലിടയൻ്റെ ഞായറിൽ നമുക്ക് എല്ലാ നല്ലിടയന്മാരെയും ഓർക്കാം. വൈദികരോ സന്യസ്തരോ മാത്രമല്ല, കുടുംബങ്ങളിലെ മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന അപ്പനും അമ്മയും ആ ശുഷ്കിച്ച കരങ്ങളൊക്കെ നല്ലിടയൻ്റെ കരങ്ങളാണ്. ഇടയൻ ആടിന് വേണ്ടി ജീവൻ ഹോമിച്ചവരുടെ കരങ്ങളാണ്. അപ്പോൾ അവരെ എല്ലാം നമുക്ക് ഈ ഞായറിൽ ഓർക്കാം, പ്രാർത്ഥിക്കാം. അവരുടെ ഇടയ കരങ്ങൾക്ക് കൂടുതൽ ശക്തിയും ബലവും, അവരുടെ ഇടയ ഹൃദയങ്ങൾക്ക് കൂടുതൽ ഹൃദയ സ്നേഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.